ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴി നിൽക്കാതെ, പരിഹാസത്തിന്റെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, യഹോവയുടെ മതി. ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് നമ്മള് സങ്കീർത്തനം 1:1 വാക്യം മാത്രം. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കാണാതെ പഠിച്ചിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ വായിക്കുമ്പോൾ തന്നെ ഓടിച്ചിങ്ങനെ വായിച്ചു പോകും. പക്ഷെ ഇന്ന് നമ്മൾ ഇതേക്കുറിച്ച് അല്പനേരം ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ആദ്യം തന്നെ പ്രാർത്ഥന വിഷയം സഹോദരി പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിക്കാൻ ഇടയായി തീർന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകാതെ, ദുഷ്ടന്റെ കെണികളിൽ വീണു പോകാതെ, അവരെ ദൈവം രക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാരണം ഇന്ന് സോഷ്യൽ മീഡിയ അത്ര ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുക. പണ്ടുണ്ടായിരുന്ന അനുഭവത്തിലല്ല ഇന്ന് പോകുന്നത്. എപ്പോ വേണമെങ്കിലും ഒരു നശിക്കുവാൻ ആര് തീരുമാനിക്കുന്നോ അന്നേരം തന്നെ സോഷ്യൽ മീഡിയയിൽ പെട്ടുപോയി ജീവിതം പാഴാക്കി കളഞ്ഞ ഒത്തിരി തലമുറകളെ നമുക്കല്ല അറിയാം. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ വിഷയം എടുത്ത് പ്രാർത്ഥിക്കാൻ ഇടയായി കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. കാരണം ആത്മാർത്ഥതയോട് പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിന്മേലും ദൈവം പ്രവർത്തിക്കും. ഇവിടെ സങ്കീർത്തനം 1 തുടങ്ങുന്ന തന്നെ പറയാണ്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. 3 കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് ദൈവത്തെ അറിയാത്ത ഒരാളുകളോട് പറയുന്ന ഒരു കാര്യമല്ല. ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിന്റെ മക്കളായി തീർന്ന് ദൈവകൃപയിൽ ജീവിക്കുന്ന സകല മനുഷ്യരും അറിയുന്നതിന് വേണ്ടി സങ്കീർത്തനം പറയുകയാണ്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. ഒരു ദൈവവൈതൽ നടക്കുന്നത് ഒരിക്കലും ദുഷ്ടൻ കൊണ്ടുവരുന്ന ചിന്തയ്ക്ക് ഒത്തവണ്ണമല്ല. ഒരു ദൈവവൈതൽ നടക്കുന്നത് അവനെ നയിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്. ദൈവവൈതൽ എന്ന് പറയുമ്പോൾ തന്നെ നാം ദൈവത്തിന്റെ മക്കളാണ്. അപ്രകാരം ആയിരിക്കുമ്പോൾ തന്നെ മക്കൾ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് അനുസരിച്ച് മുന്നോട്ട് പോകും. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സകല സത്യത്തിലും ദൈവത്തിന്റെ ആത്മാവ് നമ്മെ വഴി നടത്തും. എന്നാൽ ഒരു ദുഷ്ടന്റെ ചിന്തയ്ക്ക് ഒത്തവണ്ണമാണ് നാം നടക്കുന്നത് എങ്കിൽ ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്ന വണ്ണം നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. മാത്രമല്ല ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യത അവകാശമാക്കുവാനും സാധിക്കില്ല. ഇന്ന് നാം ചിന്തിക്കാൻ ഇടയായി തീരണം. നാം ദുഷ്ടൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് നമ്മളോട് ദേഷ്യമുള്ള ആളുകളോ, നമ്മളോട് നമ്മെ താല്പര്യം കാണിക്കാതെ നമ്മെ അകറ്റി നിർത്തുന്ന ആളുകളോ, ഇവരെയൊന്നല്ല ദുഷ്ടൻ എന്ന് പറയുന്നത്. അവരെല്ലാം ദൈവം നമ്മെ സൃഷ്ടിച്ച പോലെ തന്നെ അവരെ സൃഷ്ടിച്ച ആളുകളാണ്. അവരെല്ലാം സാധാരണ മനുഷ്യരാണ്. അവരുടെ ചിന്തയിലും സംസാരത്തിലെല്ലാം കടന്നു വരുമ്പോൾ നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. അവർക്കൊരു ചിന്തയ്ക്ക് മാറ്റം വരുവാനും അവരുടെ പെരുമാറ്റത്തിന് മാറ്റം വരുവാനും അവർ മനുഷ്യരാണ്. അവര് നിഷ്കളങ്കരായ ആളുകളാണ്. നമ്മെ പോലെ തന്നെ ദൈവം അവരെ സൃഷ്ടിച്ചതാണ്. പക്ഷെ ദുഷ്ടൻ എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തിന്റെ അധികാരിയായ പിശാച്, അവനെ ആരെ വിഴുങ്ങേണ്ടി നോക്കി ചുറ്റി നടക്കുക, അതില് കുടുങ്ങിപ്പോകാതെ വണ്ണം സൂക്ഷിക്കുവാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ വചനം നമ്മോട് പ്രബോധിപ്പിക്കുന്നത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. നാം വളർന്നു വരുന്തോറും നമ്മൾ മനസ്സിലാക്കേണ്ടത് പൈതങ്ങൾ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വരണം. ദൈവം എപ്രകാരമാണോ വളർന്നു വന്നത് അതുപോലെ തന്നെ ദൈവമക്കൾ എല്ലാവരും വളർന്നു വരണം. അങ്ങനെ വളർന്നു വരുന്ന ദൈവമക്കൾ മനസ്സിലാക്കണം, നാം വളർന്നു വരുന്ന സാഹചര്യത്തോളം ബന്ധത്തിൽ ഏതെങ്കിലും ഒരു ദുഷ്ടന്റെ ചിന്ത നമ്മുടെ കടന്നു വരുന്നുണ്ടെങ്കിൽ ചിന്തിച്ചോളണം, ഞാനൊരു ദൈവത്തിന്റെ പൈതല. ദുഷ്ടന്റെ ചിന്തയ്ക്ക് ഒത്തവണ്ണം ജീവിക്കേണ്ട ഒരു വ്യക്തിയല്ല ഞാൻ എന്നൊരു ഉത്തമ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഇന്ന് ഈ ഭൂമിയിൽ തെറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് ഇഷ്ടം പോലെ വഴികളുണ്ട്, ഒത്തിരി വഴികളുണ്ട് തെറ്റ് ചെയ്യാൻ. ആ സ്ഥാനത്ത് നല്ലതുപോലെ ജീവിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു വഴി, അത് കർത്താവായ യേശുക്രിസ്തു മാത്രം. യേശുക്രിസ്തുവിൽ ആശ്രയിച്ച് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ബൈബിൾ വായിച്ച് ധ്യാനിച്ചു പോകുന്ന ഒരു ദൈവത്തിന് മാത്രമേ നല്ലവണ്ണം ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുള്ളൂ. നാം ഭൂമിയിൽ ജീവിച്ചു പോകുന്നെന്നുകൊണ്ട് കാര്യമായില്ല. നാം ദൈവത്തിൽ ആശ്രയിച്ചായിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നാം ഓരോ ചൂട് വയ്ക്കുമ്പോഴും ദൈവത്തോട് ആലോചന ചോദിക്കണം. ദൈവമേ, ഞാൻ ഇന്ന് ചെയ്യുന്നത്, ഈ കാര്യം ചെയ്യുന്നത് ദൈവത്തിന് ഹിതമാണോ അല്ലയോ എന്ന്. ഒരു പ്രഭാതം നമുക്ക് ലഭിക്കുമ്പോൾ ആ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കണം, ഈ പ്രഭാതം കർത്താവെ എനിക്ക് തന്നതോർത്ത് ദൈവത്തോട് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ഇന്ന് പാപം ചെയ്യാതെ വണ്ണം ജീവിപ്പാൻ കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് നാം ജീവിച്ചോളണം. കാരണം നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നതോടൊപ്പം തന്നെ ഈ ലോകത്തിന്റെ അധികാരിയായ പിശാചും ശ്രദ്ധിക്കും. അപ്പോൾ പിശാച് നമ്മുടെ ബലഹീനത എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പിശാച് ഒപ്പം കടന്നു വരും.
എന്നിട്ട് നമ്മെ നമ്മുടെ തീരുമാനത്തിൽ നിന്ന് തെറ്റിച്ചു കളയുവാൻ പല തന്ത്രവുമായി പിശാച് കടന്നു വരും. ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ, ആദമും ഹൗവയും, ഇവരെ ദൈവിക പദ്ധതിയിൽ നിന്ന് തെറ്റിച്ചു കളയുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമായിരുന്നു പിശാചിനുണ്ടായിരുന്നത്. ആ കാര്യത്തിൽ പിശാച് വിജയിച്ചു. എന്നാൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ നശിപ്പിച്ചു കളയുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്റെ ഓമന പുത്രനെ താണഭൂമിയിലേക്ക് അയച്ചു. ദൈവം മനുഷ്യരെ വീണ്ടും ആദാം നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ദിവ്യ തേജസ് തിരികെ പിടിക്കുന്നതിന് വേണ്ടി ദൈവം തന്റെ ഓമന പുത്രനെ താണഭൂമിയിലേക്ക് അയച്ചു. കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ ദുഷ്ടന്റെ തലയെ തകർത്തു ജയോത്സവം കൊണ്ടാടി. അങ്ങനെ നാം ദൈവമക്കളായി തീർന്നിരിക്കുക. ഇനി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പൈതലായി തീർന്ന നാം ഓരോരുത്തരും ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരിക്കലും ഒരു ദുഷ്ടന്റെ ചിന്തയ്ക്ക് ചെവി കൊടുക്കരുത്. ഒരു ദുഷ്ടന്റെ ആലോചനയ്ക്ക് ശ്രദ്ധ കൊടുക്കരുത്. നമ്മെ നയിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രത്യേകത, അത് നമ്മെ സകല സത്യത്തിലും വഴി നടത്തും. നാം എന്ത് ചിന്തിക്കണം, എന്ത് സംസാരിക്കണം, എന്ത് പ്രവർത്തിക്കണമെന്ന് അതാത് സമയം നമ്മെ ബോധ്യപ്പെടുത്തി വളരെ ജയോത്സവമായി നാം വഴി നടത്തും. ഇപ്രകാരം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് എന്ന് സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നതിന്റെ ഒരു ഉള്ളടക്കം എന്താണെന്ന് അറിയൂ? നാം ഈ ഭൂമിയിൽ ജനിച്ച് മരിക്കുന്നത് വരെയുള്ള ആ ജീവിതം അതൊരു ട്രെയിനിങ് പീരീഡാണ്. എന്ന് വെച്ചാൽ ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത് എന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. നെഞ്ചത്ത് ഇങ്ങനെ കൈവയ്ക്കുമ്പോൾ ദൈവം ജീവൻ ഉണ്ടെന്നുള്ള ഒരു തെളിവ് നമുക്ക് മനസ്സിലാവും. നാം ശ്വാസം എടുക്കുന്നു, ശ്വാസം പുറത്തേക്ക് എടുക്കുന്നു, ജീവൻ നമ്മളിലുണ്ട്. പക്ഷേ ജീവൻ ശരീരവും ആത്മാവും തമ്മിലുള്ള ബന്ധം വേർപെട്ട് കഴിഞ്ഞാൽ ഈ ഉള്ളിലെ മനുഷ്യൻ, ആത്മാവ് ചെല്ലേണ്ടത് ദൈവത്തിന്റെ അടുക്കിലേക്കാണ്. ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതായാലും തീയതായാലും അതിന് തക്കതായ പ്രതിഫലം ആര് തരും? നമുക്ക് ദൈവം തരും. അതുകൊണ്ട് ഈ ഭൂമിയിലെ ജീവിതം അതൊരു ട്രെയിനിങ് പീരീഡാണ്. വരുവാനുള്ള ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ് ഈ ഭൂമിയിലെ ജീവിതം. അത് വളരെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് ഒത്തവണ്ണം ജീവിച്ച് നാം മുന്നേറി പോകണം. അതല്ലാതെ നമ്മുടെ ജഡത്തിന്റെ ഇഷ്ടത്തിന് ഒത്തവണ്ണം, അതായത് പിശാച് കൊണ്ടുവരുന്ന ചിന്തയ്ക്ക് ഒത്തവണ്ണം നാം ചിന്തിച്ച് മുന്നോട്ട് പോയാൽ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സർവശക്തനായ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യജീവൻ നഷ്ടപ്പെടും. അതുകൊണ്ട് നിത്യജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി സകല മനുഷ്യരോടും പ്രബോധിപ്പിക്കുകയാണ്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. ആമേൻ. നമ്മൾ പലപ്പോഴും ഏതെങ്കിലും ഒരു ആലോചന കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, ഇത് നല്ലതാണോ, ഇത് ശരിയാണോ, ഞാൻ എങ്ങനെ പ്രവർത്തിച്ചാൽ അത് അനുഗ്രഹമാണോ? ദുഷ്ടന്റെ ചിന്തയ്ക്കാണ് നാം കീഴ്പ്പെടുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് സന്തോഷകരമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിന് കീഴ്വണങ്ങിയാണ് നാം ജീവിക്കുന്നതെങ്കിൽ അത് വളരെ ആശ്വാസവും സമാധാനവും സന്തോഷവും നൽകും. എന്നാൽ ദുഷ്ടന്റെ ചിന്തയ്ക്കാണെങ്കിലോ ഈ ഭൂമിയിൽ കാണുന്ന സകല ജഡപ്രവർത്തികളിലേക്കും കടന്നു പോകും. ചില കാര്യങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും ഒരു നല്ല കാര്യം ലഭിക്കുമ്പോൾ നാം ദൈവത്തിന്റെ ആത്മാവിനൊത്തവണ്ണം ജീവിക്കുന്ന, ദൈവത്തിന്റെ ആലോചനയ്ക്ക് ഒത്തവണ്ണം ജീവിക്കുന്ന ഒരു ദൈവത്തിലാണെങ്കിൽ അവർക്കുണ്ടാകുന്ന നല്ല കാര്യത്തിൽ നാം സന്തോഷിക്കും. ആരെങ്കിലും ഒരാള് ആത്മീയമായിട്ടോ ഭൗതികമായിട്ടോ വളർന്നു വരുന്ന കണ്ടാൽ അതിൽ സന്തോഷിക്കാൻ നമുക്ക് സാധിക്കണം. അത് മുഖാന്തരം അനേകര് ദൈവത്തെ അറിയുവാൻ ഇടയായി തീരുമെന്നുള്ള ഒരു വളരെ വലിയ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ ബലപ്പെടുത്തുകയും ചെയ്യണം. പക്ഷേ ഒരു ദുഷ്ടന്റെ ആലോചനയാണ് കടന്നു വരുന്നതെങ്കിൽ, നമ്മെ സംബന്ധിച്ചിടത്തോളം ദുഷ്ടന്റെ ചിന്തയ്ക്കാണ് കടന്നു പോകുന്നതെങ്കിൽ ആദ്യം കടന്നു വരുന്നത് ഈ ലോകത്തിന്റെ ഒരു ജഡപ്രവൃത്തിയാണ് അസൂയ എന്ന് പറയുന്നത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരമാണ് നാം മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മുടെ കൂട്ടു സഹോദരനോ കൂട്ടു സഹോദരിക്കോ ഒരു നല്ല കാര്യം ഉണ്ടായാൽ ആദ്യം കടന്നു വരുന്നത് അസൂയയാണ് കടന്നു വരുന്നത്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിനെ ഒത്തവണ്ണമാണ് നാം ജീവിക്കുന്നതെങ്കിൽ അത് സന്തോഷമായി തീരും. അമ്മേ, എന്റെ സഹോദരിക്ക് എന്റെ സഹോദരന് അങ്ങനെ ഒന്ന് ലഭിച്ചല്ലോ, അവളെ നന്നായി പാസ്സായല്ലോ, നല്ല മാർക്ക് ലഭിച്ചല്ലോ, അവർക്ക് നല്ലൊരു പൊസിഷൻ കിട്ടിയല്ലോ എന്നോർത്ത് കൂടെ സന്തോഷിക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, രണ്ടും ഒരിക്കലും കൂടിച്ചേരാത്ത രീതിയിലുള്ള കാര്യങ്ങൾ. ഒരു ദൈവ പൈതൽ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. അത് സങ്കീർത്തനത്തിൽ പറയുമ്പോൾ അതിന് വളരെ ഗൗരവമുണ്ട്. കാരണം അങ്ങനെ നടന്നാൽ അസൂയ കടന്നു വരും, പക കടന്നു വരും,
പിണക്കം കടന്നു വരും. ഇതൊന്നും ആ വ്യക്തി നമ്മെ ദ്രോഹിച്ചിട്ടല്ല, ഇത് ദുഷ്ടന്റെ ചിന്തയ്ക്ക് ഒത്തവണ്ണം നാം ഭൂമിയിൽ ചൂട് വെച്ചിട്ടാണ്. എന്നാൽ ദുഷ്ടന്റെ ചിന്തയ്ക്ക് ഒത്തവണ്ണം നാം ചൂട് വെക്കാതെ ദൈവത്തിന്റെ ആത്മാവിന് കീഴടങ്ങിയാണോ ജീവിക്കുന്നെങ്കിൽ എത്രയോ ശ്രേഷ്ഠകരമായിട്ടാണ് ദൈവം നമ്മെ ഈ ഭൂമിയിൽ വഴി നടത്തുന്നത്. നാം എത്ര ആനന്ദത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ചില സ്ഥലങ്ങളിൽ ചെന്നാൽ, ചില ഏരിയകളിൽ, ചില കമ്പനികളിൽ, അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ചെന്നാൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഈ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെതായ ചില ആശയങ്ങൾ പുറപ്പെടുവിക്കും. അത് നല്ലതാണോ ചീത്തയാണോ എന്ന് പോലും ഒന്ന് ചിന്തിക്കാൻ പോലും താല്പര്യം കാണിക്കാതെ അതിന് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അത് ചെയ്യുമ്പോൾ നാം എപ്പോഴെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ദൈവമേ, അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് ഞാൻ ഈ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് നല്ലതാണോ? ഇത് ദൈവം എന്നിന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അസൂയ, പക, പിണക്ക, ജാരസംഘം, ക്രോധ, ഈ വക പ്രവർത്തിക്കുന്ന സകല മനുഷ്യരും അവർ മരണയോഗ്യരാണ്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിന് കീഴടങ്ങി ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ദൈവവേദൽ മരണത്തിന്റെ അധികാരത്തിൽ നിന്ന് ദൈവം നമ്മെ വീണ്ടെടുക്കുക, ആ ഒരു ബോധ്യം മറന്ന് പലപ്പോഴും ഇപ്രകാരമുള്ള ആളുകളുടെ കൂടെ നിന്ന് ചില കാര്യങ്ങൾക്ക് കൂട്ടുനിന്ന് വിശുദ്ധന്മാരെ ദ്രോഹിക്കുന്ന കാര്യത്തിലും നല്ലത് ചെയ്യുന്ന ആളുകളെ ഇല്ലാതാക്കുന്ന കാര്യത്തിലെല്ലാം കൂട്ടുനിൽക്കും. അതൊരു ദൈവവേദന ചേർന്നല്ല, അത് ദുഷ്ടൻ തരുന്ന ചിന്തയാണെന്ന് മനസ്സിലാക്കി അതിന് കൈ കൊടുത്ത് ചേർന്ന് പോകാതെ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് ദൈവത്തിന്റെ വചനം ചിന്തിച്ച് നാം മുന്നോട്ട് കടന്നു പോകണം. അങ്ങനെ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മെ വഴി നടത്തും. ദൈവത്തിന്റെ വചനം നമ്മിൽ ജീവനായി തീരുന്നത് അങ്ങനെയാണ്. ദൈവത്തിന്റെ വചനം വായിക്കാത്ത ഒരു വ്യക്തിക്ക് ഉള്ളിൽ ജീവനുണ്ടാകില്ല. അവൻ ദൈവത്തിന്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനം ദൈവമായിരുന്നവൻ നമ്മോട് കൂടെ വസിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു ദൈവവേദൽ ജീവൻ പ്രാപിക്കില്ലേ? നമുക്കിത് കർത്താവ് ഒരുക്കി തന്ന രക്ഷ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കില്ലേ? ഈ പ്രതിയോഗിയായ പിശാചിന്റെ പരിപാടി എന്താണെന്നറിയാമോ? അവനിങ്ങനെ ചുറ്റി നടക്കുക. ആരാണ് പാപം ചെയ്യാൻ ആഗ്രഹം ചിന്തിച്ചുകൊണ്ട് നടക്കണേന്ന് പുള്ളി ഇങ്ങനെ ചുറ്റി നടക്കുക. പത്രോസ് ലേഖനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടി നോക്കി ചുറ്റി നടക്കുന്നു. ചുറ്റി നടക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു വഴിക്ക് അങ്ങ് പോവാ. ഒരു വഴിക്ക് പോകുമ്പോഴാണ് പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അവിടെ ഇരുന്ന് ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെ പാപം ചെയ്യാന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. സിനിമ കാണണോ, സീരിയൽ കാണണോ, ആരാധനയ്ക്ക് പോകാതെ നുണ പറഞ്ഞ് വീട്ടിലിരിക്കണോ, കൂട്ടായ്മയ്ക്ക് പോകാതെ ബൈബിൾ വായിക്കാതെ ഇരിക്കണോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പിശാച് ആരെങ്കിലും പ്ലാൻ ചെയ്ത് പോണതായിരിക്കും. അന്നേരം അടുത്ത കാണുന്ന യൂട്ടേണിൽ തിരിഞ്ഞു വന്ന് ഇവിടെ അടിച്ച് വൃത്തിയാക്കി അലങ്കരിച്ചിട്ടിരിക്കുക പിശാചിന് കയറി വരാൻ. എല്ലാം തയ്യാറാക്കി പാപം ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുന്ന ഒരു അനുഭവം. പിശാചൻ കയറും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അപ്രകാരം ഒരു പിശാചിന്റെ ചിന്തയ്ക്ക് കീഴ്പ്പെട്ട് നാം പിശാചിന് അടിമപ്പെട്ടു പോയാൽ ഇരുളിൽ നിന്ന് ദൈവം നമ്മെ വീണ്ടെടുത്തിട്ട് വീണ്ടും ഇരുളിലേക്ക് കടന്നു പോകുന്നൊരു അവസ്ഥ കടന്നു വന്നാൽ മനസ്സിലാക്കണേ, എന്തുമാത്രം ഭീകരമായ അവസ്ഥയാണെന്നറിയോ? സ്തോത്രം. നമ്മെ ദൈവം വീണ്ടെടുത്തത് ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുത്തത്. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുത്ത് വെളിച്ചത്തിന് നമ്മെ അവകാശിയാക്കി തീർത്തിട്ട്, ആമേൻ, എന്നിട്ടോ അതും വെളിച്ചത്തിന് അവകാശമാക്കി തീർക്കുക മാത്രമാണോ, നമ്മെ സകല സത്യത്തിലും വഴി നടത്തും. നമ്മൾ എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ പെരുമാറണം, ഞാൻ എൻ്റെ കാൽച്ചുവട് എവിടൊക്കെ വെക്കണം എന്നൊക്കെ ദൈവം നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. നമ്മുടെ ചുവട് നമ്മൾ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു എന്നുള്ളതുകൊണ്ട് ഏതിലൂടെ പോയാലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. അതിന് ചട്ടപ്രകാരം നടക്കണം. ഒഴിഞ്ഞു നിൽക്കേണ്ടോടത്ത് ഒഴിഞ്ഞു നിൽക്കണം. കാരണം ഈ ലോകത്തിന്റെ അധികാരി പിശാചാണ്. ഈ പിശാചിന്റെ ചിന്തയ്ക്ക് കീഴ്പ്പെട്ടു പോകാൻ ഒരു ദൈവത്തിന്റെ അവസ്ഥയില്ല. എഫേസ്യർ ലേഖനം 2-ാം അധ്യായം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായ ആ പിശാചിനെ അനുസരിച്ച് നടന്ന ആളുകളായിരുന്നു നമ്മൾ ഓരോരുത്തരും. അതിൽ നിന്ന് ദൈവം നമ്മെ വീണ്ടെടുത്ത് നാം ഇന്ന് ദൈവത്തിന്റെ മക്കളായി തീർന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കളോട് പറയുകയാണ്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. അപ്രകാരം ചില ആലോചനകളൊക്കെ ആരുമായി പങ്കുവെക്കേണ്ട ആവശ്യം വെച്ച് കടന്നു വരുമ്പോൾ നാം അന്നേരം തന്നെ ചിന്തിച്ചോളണം, ഇത് എനിക്ക് ചേർന്നതാണോ? അവരോട് ചില ആളുകളൊക്കെ ചില ആലോചനകളൊക്കെ പറയും നമ്മളോട്, നമുക്ക് അങ്ങനെ ചെയ്താലോ, ചില കാര്യങ്ങൾ ഇങ്ങനെ ചെയ്താലോ എന്നൊക്കെ സംസാരിക്കും. അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ
അന്നേരം തന്നെ അവരോട് പറയണം, എനിക്ക് ഈ വിഷയത്തിലുള്ള ബന്ധത്തിൽ ദൈവത്തോട് ചോദിക്കണം, എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. ഇതിന്റെ തെറ്റും ശരിയൊന്നും എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ, ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഒരു തീരുമാനം പറയാം. സ്തോത്രം. അങ്ങനെ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നാം ഒരു തെറ്റിലും അകപ്പെട്ടു പോകാതെ വണ്ണം സർവശക്തനായ ദൈവം നമ്മെ സൂക്ഷിക്കും. അതുകൊണ്ട് ഒരു ദുഷ്ടന്റെ ആലോചനയ്ക്ക് ഒത്തവണ്ണം ഒരു ദൈവവേദൽ ചുവട് വെക്കരുത്. ഏറ്റവും അപകടം നിറഞ്ഞ ഒരു അനുഭവമാണത്. അങ്ങനെ ചുവട് വെച്ചാൽ ഈ ലോകത്തിന്റെ സോഷ്യൽ മീഡിയയുടെ വളർച്ച നിങ്ങൾ കണ്ടോ? എത്ര പെട്ടെന്ന് അത് ഫാസ്റ്റ് ആയിട്ടാണ് അത് കടന്നു പോകുന്നത്. നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ പോലും നമ്മുടെ ഭവനത്തിലിരുന്ന് കാണുവാനും കേൾക്കുവാനും എല്ലാം നമുക്ക് സാധിക്കും. ഇവിടെയെല്ലാം നമുക്ക് ജയമെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മിൽ ദൈവത്തിന്റെ ആത്മാവ് നിരന്തരം ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ ആത്മാവിന് കീഴടങ്ങി ജീവിക്കുന്ന ഒരു ദൈവ ഇതിലായിരിക്കണം ഞാനും നിങ്ങളും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം ഇന്ന് നോക്ക്, എത്രയോ കുഞ്ഞു കുട്ടികൾ പോലും ഓരോ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട് അവരെല്ലാം എന്തെല്ലാം മോശകരമായ പ്രവൃത്തികളാണ് ഇന്ന് ഭൂമിയിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ മാതാപിതാക്കൾ എത്രമാത്രം സന്തോഷിക്കുന്നു. അവരെ വളർത്തി വലുതാക്കി അവർ എണീറ്റ് നടക്കാവുന്ന പ്രായമായി അവരെ കോളേജിൽ വിടും. നിങ്ങൾ തിരിച്ചറിയണം, എത്രമാത്രം അധ്വാനിച്ചിട്ടാണ് ഇവര് നമ്മളെ വളർത്തി വലുതാക്കണം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ഇത്രയും എണീറ്റ് നിൽക്കാറ് 24 വയസ്സായി, 25 വയസ്സായി, അല്ലെങ്കിൽ 30 വയസ്സായി എന്നൊക്കെ പറയുമ്പോൾ അതിനുവേണ്ടി അധ്വാനിച്ച ഒരു കൂട്ടം ആളുകൾ പുറകിലുണ്ട്. നമ്മുടെ അപ്പനും അമ്മയും അവര് നമ്മൾ നന്നായി കാണണമെന്നാണ് അവരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും എൻ്റെ മക്കൾ മോശമായി കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ്? ഇപ്പൊ നമ്മൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വാർത്ത കേട്ടതാണല്ലോ, ഒരു പയ്യൻ 5 പേരെ തലയ്ക്ക് അടിച്ചു കൊന്നു. അവനെ വളർത്തിയ, അവനെ എടുത്തുകൊണ്ട് നടന്ന മാതാപിതാക്കളെല്ലാം തീർത്ത് കളഞ്ഞില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഒരു ദുഷ്ടന്റെ ചിന്തയ്ക്ക് ചെവി കൊടുത്തിട്ടല്ലേ? എന്നാൽ ആ ദുഷ്ടന്റെ ചിന്തയ്ക്ക് ചെവി കൊടുക്കാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തിന്റെ ബൈബിൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത് നാം മുന്നോട്ട് പോയാൽ പാപം എന്തെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ലേ? ബൈബിൾ വായിക്കുകയില്ല, പ്രാർത്ഥിക്കുകയില്ല, മാതാപിതാക്കൾ പറയുന്ന പോലെ ഒരു കാര്യങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ തെറ്റേതാണെന്നോ ശരിയേതാണെന്നോ തിരിച്ചറിയാതെ ജീവിച്ച് വളർന്ന് വലുതായി കഴിഞ്ഞാൽ, ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞതൊന്നും മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്നാൽ വളർന്നു വരുന്ന നമ്മൾ ഈ ചെറുപ്രായത്തിൽ തന്നെ ദൈവത്തിന്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത് ദൈവത്തിൽ ആശ്രയിച്ച് നാം മുന്നോട്ട് പോയാൽ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ഭൂമിയിൽ ജയകരമായ ജീവിതം നയിക്കുവാൻ സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ തകർന്നു പോകും പ്രിയമുള്ളവരെ. കാരണം അത്രയേറെ വളരെ ഭയാനകമായ അവസ്ഥയിലാണ് ഈ ഭൂമി പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പലപ്പോഴും ചിന്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇന്ന് കുഞ്ഞുങ്ങളൊക്കെ ഈ ദോഷകരമായ പ്രവർത്തികൾ ചെയ്യുന്നതിന് കാരണം എന്തെന്ന്? അതിൽ നിന്നെല്ലാം വ്യത്യസ്തരായി നമ്മളെ പോലുള്ള മക്കളായി തന്നെ കാരണം എന്താണെന്നറിയോ? ഇതിന്റെ പുറകിൽ പ്രാർത്ഥിക്കുന്ന ഒരു മാതാപിതാക്കളുണ്ട്, ഒരമ്മയുണ്ടാവും, ഒരപ്പനും ഉണ്ടാവും. അതിൽ നിങ്ങളുടെ ജ്യേഷ്ഠന്മാരോ നിങ്ങളുടെ ചേച്ചിമാരോ ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് ഇതുപോലുള്ള കെണികളിൽ വീണു പോകാതെ നമ്മളൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത്. അതല്ലാതെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ എത്രത്തോളം ദൈവത്തിൽ ആശ്രയിച്ചാൽ നാം ഓരോരുത്തരും മുന്നോട്ട് ജീവിക്കുന്നത്? നമ്മോട് തന്നെ ചോദിച്ചു നോക്കി. ഈ ഓരോ കാര്യങ്ങൾ വെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ എത്രയോ ആളുകൾ ഇന്ന് മണ്ണിനെ ഇരയായി തീർന്നു. ഭൂമിയിൽ ഇന്ന് ജീവിച്ച് നല്ല രീതിയിൽ ജീവിക്കേണ്ട ആളുകൾ. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇന്നും നാം ഓരോ കാര്യങ്ങളും പഠനത്തോടുള്ള ബന്ധത്തിലും ജോലിയുള്ള ബന്ധത്തിലും ആയിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ദൈവത്തിന്റെ ഒരു കൂട്ടം ആളുകൾ നമുക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവസഭയിൽ ദൈവമക്കൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ദുഷ്ടന്റെ ചിന്തയ്ക്ക് ഒത്തവണ്ണം ഒരു പൈതൽ ചുവട് വെക്കരുത്. അതുകൊണ്ട് നമ്മുടെ ദൈവസഭയിലെ മാതൃസഭയെ നമ്മൾ എപ്പോഴും ബഹുമാനിക്കണം. നമ്മുടെ മാതൃസഭയിലെ നമ്മുടെ മാതാപിതാക്കളുണ്ടാവും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടാവും. അവരെയൊക്കെ ഓർത്ത് അവർക്കൊക്കെ വേണ്ടി എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. കാരണം സൺഡേ സ്കൂളിലെ വചനങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഇരിക്കുന്നതിന് മുന്നേ ആരെങ്കിലും ഒരു വ്യക്തി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർ നമ്മെ അനുഗ്രഹിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയൊക്കെ ഒരിക്കലും പാഴാക്കി പോകരുത് ദൈവമക്കളെ. നാളെ ആ പ്രാർത്ഥിച്ച ദൈവമക്കളെ നിങ്ങളെ ഓർത്ത് വിഷമിക്കാൻ ഇടയെ തീരരുത്. സ്തോത്രം. അതുപോലെ നമ്മുടെ മക്കളൊക്കെ വളർന്നു വരുമ്പോൾ, നമ്മുടെ കുഞ്ഞിന് നിങ്ങളുടെ താഴെയുള്ള പിള്ളേരൊക്കെ വളർന്നു വരുമ്പോൾ അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അവരുടെ ഓരോ വളർച്ചയിലും അവരെ കുറ്റപ്പെടുത്തുന്ന ഒരു വാക്കുപോലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. എന്നെ പോലെ ആയി എന്നേലും കൂടുതലും നല്ല രീതിയിൽ വണ്ണം നമ്മൾ എപ്പോഴും ആഗ്രഹിക്കണം. ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കടന്നു വന്നാൽ സന്തോഷിക്കാനിടയിൽ തീരണം. ഞങ്ങളുടെ ദൈവസഭയിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള, ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുന്നത് അനുഗ്രഹമായി തീരുന്നുള്ള ബന്ധം ആ അനുഭവത്തിൽ ചിന്തിച്ചോളണം. ഒരിക്കലും ദൈവസഭയിൽ കുഞ്ഞുങ്ങൾ വളർന്നു വരണം. വളർന്നു വന്ന് അവർ ദൈവത്തിന്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ഇതുപോലെ പ്രബോധിക്കുകയും ചെയ്യുന്നവരായി തീരണം.
അങ്ങനെയൊക്കെ പ്രബോധനങ്ങളൊക്കെ പറഞ്ഞു കടന്നു വരുമ്പോൾ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തുന്ന ഒരു വാക്ക് നമ്മുടെ ആരുടെയും വായിൽ നിന്ന് കടന്നു വരരുത്. കാരണം വളർത്തിക്കൊണ്ടിരിക്കണം. ഓരോ ദിവസവും ചെല്ലുന്തോറും ദൈവസഭ വളർന്നു വരുന്നത് അവിടെയുള്ള കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നതിനനുസരിച്ചാണ്. ആ കുഞ്ഞുങ്ങളാണ് ദേശത്തേക്ക് ഇറങ്ങുന്നത്, പുറത്തേക്ക് ഇറങ്ങുന്നത്. അവരുടെ ജീവിതം കണ്ട് അനേകം ആളുകൾ ക്രിസ്തുവിനെ അറിയാൻ ഇടയായിത്തീരണം. നമ്മൾ എവിടെ പോയാലും കർത്താവ് യേശു ക്രിസ്തുവിനെ ഉയർത്തുന്ന ഒരു പൈതങ്ങളായി തീർന്നു കൊള്ളണം. നമ്മെ ഓർത്ത് അനേകം ആളുകൾ അഭിമാനം കൊള്ളണം. കാരണം ഒരു ദുഷ്ടന്റെ ആലോചനയ്ക്ക് ഒത്തവണ്ണമല്ല ഞാനും നിങ്ങളും നടക്കുന്നുള്ള ഒരു ഉത്തമ ബോധ്യം എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരിക്കണം. അത് അനേകം ആളുകൾക്ക് ഒരു പ്രയോജനമായി തീരും. അനേകം മാതാപിതാക്കൾ അവരുടെ മക്കളോട് പറയും, അവനെ കണ്ടുപഠിക്ക്, ഉണ്ടോ, അവനെ കണ്ടുപഠിക്ക്, കണ്ടോ അവര് പോകുന്നുണ്ടോ, എത്ര അവരുടെ മുഖത്ത് നോക്കിയാൽ തന്നെ എത്രമാത്രം സന്തോഷമാണ്. തെറ്റിലേക്ക് പോകുന്ന കൂട്ടുകാരെ കണ്ടാൽ അവരെ പിന്തിരിപ്പിക്കാൻ ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. അത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നാം ദൈവത്തിൽ ആശ്രയിച്ചിരിക്കണം. ദൈവം നമുക്ക് ഒരിക്കലും നിത്യജീവൻ, അതിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ. അങ്ങനെ കടന്നു വരുമ്പോൾ നശിച്ചു പോകുന്നതിനെ ഓർത്ത് നമുക്ക് ഭാരമുണ്ടാകും. കാരണം എൻ്റെ കൂടെ വസിക്കുന്ന, എൻ്റെ കൂടെ ഇരിക്കുന്ന, എൻ്റെ ഒരു ബെഞ്ചിലിരുന്ന് എനിക്ക് എന്നോടൊപ്പം പഠിക്കുന്ന കൂട്ടുകാരൻ നരകത്തിലേക്ക് പോകല്ല ദൈവമേ എന്നുള്ളൊരു ഉള്ളിലൊരു വേദന സ്വന്തം കൂട്ടുകാരനോട് തോന്നും. സ്വന്തം കൂട്ടുകാരന്റെ കൂടെ ഇരുന്ന് സിനിമ കാണാൻ പോകാനൊന്നും ഒരിക്കലും നമ്മൾ കൂട്ടു നിൽക്കരുത്. സ്വന്തം കൂട്ടുകാരന്റെ കൂടെ കറങ്ങി നടക്കാൻ കൂടുതലും അനാവശ്യമായി കറങ്ങിയെടുക്കാനൊന്നും നമ്മൾ പോകരുത്. അവൻ എപ്പോഴും ആ കൂടെ ഇരിക്കുന്ന കൂട്ടുകാരന് നിത്യജീവൻ ഒരുക്കി കൊടുക്കാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അതിന് വേണ്ടത് നാം ദൈവത്തിന്റെ വചനം വായിക്കണം. ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും. സ്തോത്രം, സ്തോത്രം. ദൈവം നമ്മോട് സംസാരിക്കും. ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ ആ സംസാരം, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ അശുദ്ധി എല്ലാം മാറിപ്പോകും. നമുക്ക് നമ്മുടെ കൂട്ടുകാരനോട് ദേഷ്യമുണ്ടെങ്കിൽ ദൈവം നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ദേഷ്യം അലിഞ്ഞു തീർന്നു പോകും. അത് വെള്ളമായി അത് തീർന്നു പോകും. പിന്നെ അവനോട് സ്നേഹമായിരിക്കും. അപ്പൊ അവന് തന്നെ അതിശയം തോന്നും, എന്താണ് ഇതൊരു മറിമായം പോലെ, എന്തൊരു മാറ്റമാണ്. നമ്മോട് സ്നേഹം തോന്നും. സ്കൂളൊക്കെ പിരിഞ്ഞ് വേറെ സെക്ഷനിലേക്കൊക്കെ നിങ്ങൾ പഠിക്കാനൊക്കെ വേണ്ടി മാറിപ്പോകുമ്പോൾ എന്നും അത് ഓർത്തിരിക്കും അവൻ. ചിലപ്പോൾ നിങ്ങളെ തേടി വരും കാണാൻ വേണ്ടി. സ്തോത്രം. ഇതിനെല്ലാം കാരണം സ്നേഹത്തിന്റെ ആ ഉടമയായ കർത്താവിന്റെ മക്കളായി തീർന്നുകൊണ്ടല്ലേ. നമ്മളെപ്പോഴും പറയും ദൈവം സ്നേഹമാണെന്ന്. ദൈവം സ്നേഹമാണെങ്കിൽ ദൈവത്തിന്റെ മക്കളും അതുപോലെ സ്നേഹത്തിന്റെ ഉടമയായി തീരൂലേ. ആമേൻ. നമ്മെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർക്കൊക്കെ നമ്മളെ കുറിച്ച് അഭിമാനം കൊള്ളണം. നല്ല മക്കളാണെന്ന് അഭിമാനം കൊള്ളണം. നമ്മുടെ ദൈവസഭയിൽ ദൈവമക്കൾ നമ്മെ കുറിച്ച് അഭിമാനം കൊള്ളണം. നമ്മുടെ ദൈവസഭയിലെ ദൈവമക്കളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും മോശമായ കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും പറഞ്ഞു കേട്ടാൽ സമ്മതിച്ചു കൊടുക്കരുത്. അങ്ങനെയല്ല, അത് നല്ല മക്കളാണെന്ന് പറയണം. ഒരിക്കലും ഒരു ദുഷ്ടന്റെ ആലോചനയ്ക്ക് കൂട്ടു നിൽക്കുന്ന ആ കൂട്ടത്തിലേക്ക് പോകരുത്. അവിടെയും പറഞ്ഞോളാം, അങ്ങനെ പാടില്ല, പറയാൻ പാടില്ല. മക്കളൊക്കെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞാൽ, മാതാപിതാക്കൾ അങ്ങനെ സംസാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിർത്തും. ദൈവസഭ അനുഗ്രഹിക്കപ്പെടുന്നതോടുകൂടെ നമ്മുടെ ഓരോ ഭവനങ്ങളും അനുഗ്രഹിക്കപ്പെടും. നമ്മളെല്ലാവരും കാഹളം ധനിക്കുമ്പോൾ കർത്താവിനോടും മധ്യാകാശത്തും ഉണ്ടാകും. അത് സന്തോഷ ദിനങ്ങളായിരിക്കും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കരുതെന്ന് സങ്കീർത്തനം 1 പറയുമ്പോൾ തന്നെ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അത് എപ്രകാരമാണെന്ന് അറിയോ? പത്രോസ് ലേഖനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും. അവിടെ അനീതിക്ക് സ്ഥാനമില്ല. തെറ്റ് ചെയ്യുന്നതിന് ആ കൂട്ടർക്ക് അവിടെ സ്ഥാനമില്ല. നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും. നമ്മുടെ ഓരോ ചിന്തയിലും നമ്മുടെ സംസാരത്തിനും അവിടെ എല്ലാം നീതി ഉണ്ടായിരിക്കണം. നീതിയല്ലാത്ത ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. സ്തോത്രം. നമ്മുടെ ദൈവം എത്രത്തോളം ശ്രേഷ്ഠകരമായ ദൈവം നമ്മെ സൂക്ഷിക്കുന്നറിയാമോ? തെറ്റിലേക്കാണ് പോകുന്നത് മനസ്സിലാകുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് വ്യക്തമായി സംസാരിക്കും. നീ ചെയ്യാൻ പോകുന്നത് തെറ്റാണ്, തെറ്റ് ചെയ്യരുത് എന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. അത് അനീതി പ്രവർത്തിക്കാതെ വണ്ണം നമ്മെ ദൈവം സൂക്ഷിച്ച് വഴി നടത്തുന്നു. നമ്മുടെ വല്ല ശ്രേഷ്ഠതയോ കഴിവോ വല്ലതാണോ? ദൈവം നമ്മോട് കാണിക്കുന്ന കരുണ, ദയ, വിശ്വസ്തത എത്രയോ ആണ്. നമ്മളൊക്കെ ചില സമയത്ത് മാതാപിതാക്കളോടൊക്കെ എതിര് പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ടും ഒരു കേടും കൂടാതെ ദൈവം നമ്മെ സൂക്ഷിച്ച് തിരിച്ചെത്തിച്ചില്ലേ? കൂടെ ഉണ്ടായിരുന്ന പലരും പെട്ടുപോയിട്ടില്ലേ? നശിച്ചു പോയിട്ടില്ലേ? ആക്സിഡന്റിലൂടെ മാറ്റപ്പെട്ടു പോയില്ലേ? അവിടെ എല്ലാം ദൈവം നമ്മെ സൂക്ഷിച്ചില്ലേ? ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ദയ, ദൈവം നമ്മെ സ്നേഹിക്കുന്നുള്ള ഏറ്റവും വലിയൊരു തെളിവാ. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് നന്ദി പറഞ്ഞോളണം. ആ ദിവസം സന്തോഷത്തോടെ നന്ദി പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചോളണം. കാരണം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ
അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതായാലും തീയതായാലും അതിന് തക്കതായ പ്രതിഫലം തരുന്ന ഒരു ദൈവത്തിന്റെ അടുക്കിലേക്കാ ഞാനും നിങ്ങളും പ്രവേശിക്കുന്ന എന്നുള്ള ഒരു ഉത്തമ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് മരിക്കുമ്പോഴും നാം ക്രിസ്തുവിലായിരിക്കണം. മരിക്കുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഫോണിലെ ട്യൂൺ വരെ സിനിമ പാട്ടോ ദൈവത്തിന് ഹിതമല്ലാത്ത മോശമായ സംസാരങ്ങളുള്ള പ്രവർത്തികൾ ഒന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ കേൾക്കുന്ന ട്യൂൺ വരെ അത് ആത്മീയമായി വളരുന്ന ഒരു ട്യൂണായിരിക്കണം. നമ്മുടെ സംസാരത്തിൽ കടന്നു വരുന്ന ഓരോ വാക്കുകളും ആത്മീയ വളർച്ചയ്ക്കുള്ളതായിരിക്കണം. ആത്മീയമായി നാം പുഷ്ടിയുള്ളവരായി തീരണം. അങ്ങനെ പുഷ്ടിയുള്ളവരായി തീർന്നാൽ മാത്രമേ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിത്യജീവൻ നമുക്ക്